മിനിസ്റ്റർ ഓഫീസിനാണ് നിലനിൽക്കുകയാണെങ്കിൽ നമുക്ക് ഈ സർക്കാരിന് തീരുമാനമുണ്ട്. അഴിമതി സംരക്ഷിക്കാൻ വേണ്ടി, അഴിമതിക്കാരെ ഇല്ലാതാക്കാൻ വേണ്ടി, സ്വതന്ത്രപക്ഷപാതത്തിനും സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് മുഴുവൻ ജീവനക്കാരെയും 3 വർഷത്തിനിടയിൽ സ്ഥലം മാറ്റണം എന്നുള്ള ഓർഡർ. അങ്ങനെ 16 വർഷം ഇവിടെ ജോലി ചെയ്യുന്നെങ്കിൽ അയാൾ അഴിമതി സംരക്ഷിക്കുന്ന ആൾ തന്നെയാണ്, അയാൾ അഴിമതിക്കാരൻ തന്നെയാണ്, യാതൊരു സംശയമില്ല. കാരണം ഈ സർക്കാർ എന്ന നിലപാട് അഴിമതി വിരുദ്ധ നിലപാടെടുത്തുകൊണ്ട് ജീവനക്കാരൻ 3 വർഷം കഴിയുമ്പോൾ എന്താണ് പ്രത്യേക പരിഗണനയാണ് കേരളത്തിലെ ഒരു ഉദ്യോഗസ്ഥരില്ലാത്ത ജീവനക്കാരനെ നിലനിർത്തുന്ന നഗരസഭാ അധികാരികളെ നിങ്ങൾക്കെതിരായി ഇവിടെ ഒന്നും നടക്കട്ടെ. സെക്രട്ടറി ഇരിക്കേണ്ട ആവശ്യമില്ല. സംരക്ഷണം കൊടുക്കേണ്ടത്
വടകര നഗരസഭാ ഓഫീസിൽ UDF RMB പ്രവർത്തകർ നഗരസഭാ സെക്രട്ടറിയെ ഉപരോധിച്ചു. സ്ഥലമാറ്റം ഉത്തരവ് ലഭിച്ച ജീവനക്കാരൻ ഓഫീസിൽ തുടരുന്നതിൽ പ്രതിഷേധിച്ചാണ് ഓഫീസിനു മുന്നിൽ പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധിച്ചത്. സെക്രട്ടറിയെ ഉപരോധിച്ചതോടെ വടകര പോലീസ് സംഭവസ്ഥലത്തെത്തി പ്രവർത്തകരെ പുറത്താക്കി. ഈ ഓഫീസിൽ 16 വർഷമായി ജോലി ചെയ്തിരുന്ന ഒരു എൽഡി ക്ലർക്കിനെ മാസങ്ങൾക്ക് മുമ്പ് ഇവിടെ നിന്ന് മാറ്റി ജനറൽ റോഡിലൂടെ മാറ്റിയിട്ടും വീണ്ടും അദ്ദേഹം തിരിച്ചു വന്നു. എന്നാൽ കഴിഞ്ഞ ഈ ഫെബ്രുവരി 14-ാം തീയതി സ്പെഷ്യൽ ഓർഡറിലൂടെ അദ്ദേഹത്തിന്റെ പേരെടുത്ത് പറഞ്ഞ് അദ്ദേഹത്തെ ഇവിടുന്ന് റിലീവ് ചെയ്യണമെന്നും അദ്ദേഹം 15-ാം തീയതി ചോറോട് പഞ്ചായത്തിൽ ജോലിക്ക് ഹാജരാകണമെന്നും പറഞ്ഞ ഓർഡർ നിലവിലിരിക്കെ ഇന്ന് 20-ാം തീയതി ആയിട്ട് പോലും അദ്ദേഹം ഇവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനിവിടുത്തെ മുനിസിപ്പാലിറ്റി പറയുന്നത് അദ്ദേഹം ഇല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി ഭരണം സുഗമമായി പോയി. ഒരു LD ക്ലർക്ക് ഇല്ലെങ്കിൽ വടകര മുനിസിപ്പാലിറ്റിയുടെ ഭരണം സുഗമമായി പോയില്ല എന്ന് പറയുമ്പോൾ ഈ ഭരണസമിതിയും ഈ ചെയർപേഴ്സണും ഭരിക്കാൻ കഴിവില്ലാത്തവരാണ്, അതിന് കൊള്ളരുതാത്തവരാണെന്ന് തെളിയിക്കുകയാണ്. ഒരു സെക്രട്ടറിയെ കാണാൻ പ്രതിപക്ഷ കക്ഷികൾ ജനാധിപത്യ മൂല്യം സംരക്ഷിച്ചുകൊണ്ട് അവരുമായി സംസാരിക്കാനും അവർക്കത് പ്രതിഷേധം പ്രകടിപ്പിക്കാനും പോയപ്പോൾ ചില ആളുകൾ ആ ഓഫീസിൽ നിന്ന് ഇറക്കി വിട്ടേശികൾ ഇറക്കിപ്പോയേ മതിയാകൂ എന്ന് പറയുമ്പോൾ ഈ ഓഫീസിൽ വന്ന് പ്രശ്നം ചർച്ച ചെയ്യരുത് എന്ന് പറയുമ്പോൾ മുനിസിപ്പാലിറ്റിക്കെതിരെയുള്ള പരാതികൾ പ്രതിഷേധങ്ങൾ എവിടെ വന്ന് പറയണമെന്ന് അദ്ദേഹം ഒന്നുകൂടി വ്യക്തമാക്കണം. ഞങ്ങൾ ഇനിയും വരും. ഞങ്ങളുടെ പ്രതിഷേധങ്ങൾ അറിയിക്കാൻ, ഞങ്ങളുടെ കുറ്റകുറ്റങ്ങൾ അഴിമതി കഥകൾ പുറത്തു കൊണ്ടുവരുവാൻ ഞങ്ങൾ ഇനിയും വരും. ഇനിയും സെക്രട്ടറി എന്നല്ല ചെയർപേഴ്സന്റെ റൂമിലും വന്ന് സംസാരിക്കേണ്ട വിഷയമുണ്ടെങ്കിൽ ഞങ്ങൾ സംസാരിച്ചിരിക്കും. അതിൽ ഒരുത്തന്റെയും ഔദാര്യമോ ഒരുത്തന്റെയും പാസോ ഞങ്ങൾക്ക് ആവശ്യമില്ലെന്ന് ഇവിടെ പറഞ്ഞുകൊണ്ട് ഈ ന്യൂസ് ബ്യൂറോ മീഡിയ വടകര. അല്ല, ഇന്ന് നല്ല സന്തോഷത്തിലാണല്ലോ. അതെ, സന്തോഷത്തിലാണ്. കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ്. പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ, കലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ. കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്രയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന 100% ശുദ്ധമായ വെളിച്ചെണ്ണ. ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയില്ല. മയൂരം വെളിച്ചെണ്ണ, ഒരു ഏറെമല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം.